പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ അനി ദേവയാനിയും നന്ദുവിനെയും നേരിട്ട് കാണുന്നുണ്ട്. അന്നേരവും ദേവയാനി എന്തെങ്കിലുമൊക്കെ നാടകം കളിച്ച് കാണും. അനി അവിടുന്ന് നൈസായിട്ട് പറഞ്ഞ് വിട്ടും കാണും. ഇതെല്ലാം അനി അവിടെ വന്ന് അനന്തപുരിയിൽ വന്ന് പറയുന്നുണ്ട്. അന്നേരം അവരിതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുക. അന്നേരം അനി പറയുന്നുണ്ട്, ഇതൊക്കെ ഒരുമിച്ച് കേൾക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാകുന്നത് എന്ന് അനി പറയുന്നുണ്ട്. ഏതായാലും ഇവിടുന്ന് ദേവയാനി പോകാനായിട്ട് നിൽക്കുവാണ്. അന്നേരം ഗോവിന്ദൻ നയനയോട് പറയുന്നുണ്ട്, വിഷുവിൻ്റെ അന്ന് ആദർശ് മോൻ ഇങ്ങോട്ട് വന്നില്ല, നന്ദുവിനെ യാത്രയാക്കാനും വന്നില്ല, അങ്ങനെയൊക്കെ വരുന്നതായിരുന്നു മോൻ. വരാത്ത സ്ഥിതിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നീ അങ്ങോട്ട് തിരിച്ചു നിന്ന് കഴിയുമ്പം എല്ലാം തുറന്നു പറയുന്നതാണ് നല്ലത് എന്ന് ഗോവിന്ദൻ നയനയോട് പറയുന്നുണ്ട്. ഏതായാലും അനന്തപുരിയിൽ ഈ സമയത്ത് നല്ല ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അനിയത്തെ യാത്രയാക്കാൻ ഞാൻ ചെല്ലാത്തത് കൊണ്ട് അവൾക്ക് ഭയങ്കര പരിഭവമായിരുന്നു. എന്തിനാ ഞാൻ ചെല്ലുന്നത്? ചെല്ലേണ്ട ആൾ ചെന്നല്ലോ. അമ്മ അവിടെ ഉള്ളപ്പം ഞാനും കൂടി ചെല്ലണമെന്ന് അവിടെയുള്ള ആരും ആഗ്രഹിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോകാതിരുന്നത് എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അതുപോലെ നയനയും ഇവിടെ വീട്ടിൽ പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ എല്ലാം തുറന്നു പറയും എല്ലാവരോടും. അപ്പോൾ പിന്നെ എല്ലാവരുടെയും സംശയം മാറുമല്ലോ എന്നൊക്കെ നയന പറയുന്നുണ്ട്. അങ്ങനെ തുറന്നു പറഞ്ഞാലും ഇനി പ്രശ്നങ്ങൾ പെട്ടെന്നൊന്നും മാറില്ല. മനസ്സിലെ ദേഷ്യവും ആദർശിനെ പെട്ടെന്ന് മാറില്ല. കാരണം ആദർശിനെ സംശയമായി തുടങ്ങി എന്നറിഞ്ഞപ്പോഴാണല്ലോ അത് പറയുന്നത്. അതിൻ്റെ പരിഭവവും കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആദർശിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരിക്കുന്നത് കൊണ്ടും സംസാരിക്കാതിരിക്കുന്നത് കൊണ്ടും ഒക്കെ ആകെ വിഷമിച്ചിരിക്കുന്ന നയനയും കാണിക്കുന്നുണ്ട്.